ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്കുള്ള നമുക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ ക്ലിക്കാച്ചിരിപ്പിക്കാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പം കുറച്ച് പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ടു ഗെയിമിങ്ങിൻ്റെ പോലത്തെ ആ ഒരു ഇൻട്രോ ഒക്കെ കുറച്ചും കൂടെ ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് കൈൻ മാസ്റ്റർ കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, അതിന് മുമ്പ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ, അതായത് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ മാറ്റുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നും അത് മറന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിലെങ്കിലും മാറ്റാൻ ഞാൻ നോക്കാം. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ ഒരു ഇത് PC-യിൽ നിന്ന് നമ്മുടെ ഫോണിലോട്ട് എടുക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ടാണ് മറന്നെന്ന് പറഞ്ഞത്. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഓർമ്മയുണ്ടെങ്കിൽ അതെന്തായാലും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഗൈസ്, അപ്പം പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പക്കയായിട്ട് പുട്ടു ഗെയിമിൻ്റെ പോലെ ഒന്ന് ആക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. കാരണം അത് PC ഇൻട്രോ ആണ്, ഇത് നമ്മൾ ആൻഡ്രോയിഡ് ചെയ്യുന്നതാണ്. സോ അതിൻ്റെ ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഇൻട്രോ ഒന്നാണ് ഇതെന്ന് പറഞ്ഞാൽ. സോ അധികം പണിയൊന്നുമില്ല, പക്ഷേ കുറച്ച് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഇൻട്രോ ടൈപ്പ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ ജസ്റ്റ് ഞാനത് കാണിക്കുന്നതെന്നുള്ളൂ. സോ ഇത് നമുക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർച്ചി വൈറ്റി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരാണ്. സോ ഇൻസ്റ്റയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. സോ പുള്ളിക്കാരാണ് നമുക്ക് ഈ ഒരു ഐഡിയ കാര്യം പറഞ്ഞത്. സോ ഞാൻ മുമ്പ് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ പകുതിക്ക് വെച്ച് ഫ്ലോപ്പായി പോയൊരു പരിപാടിയാണ്. സോ നമ്മൾ അതിപ്പം കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫുള്ളൊരു ബഗ്ഗായിരുന്നു. അതായത് നമുക്കിപ്പം പിക്സൽ ലാബ് എടുത്തപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ബഗ് ഉണ്ടായിരുന്നു. സോ അതിനുശേഷം കൈൻ മാസ്റ്റർ എടുത്തപ്പോൾ അതിനേക്കാളും നല്ല ബഗ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഒട്ടുന്ന സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. സോ ഗൈസ്, അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ പിക്സൽ ലാബ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അതിന് ശേഷം നമ്മുടെ തമ്പനൈൽ ആസ്പെക്ട് റേഷ്യോ എടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ലോഗോ കാര്യങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ലോഗോ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതിനകത്ത് എനിക്ക് ഇന്ന് നല്ല ബഗ് ഉണ്ടായിരുന്നു. അതായത് പക്ക ബഗ് ആയിരുന്നു നമ്മുടെ പിക്സൽ ലാബ് എന്ന് പറയുന്നത്. സോ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് പിക്സൽ ലാബ് ഇങ്ങനത്തെ ഒരു യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എൻ്റെ ഫോണിൽ നല്ല രീതിക്ക് ബഗ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വേറൊരു ഫോണിലാണ് ചെയ്തത്. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ബഗ് എല്ലാം കാണാൻ പറ്റും. സോ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോഗോ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ 3D ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇങ്ങനൊരു ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടാവും. സോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സോ അത് കറക്റ്റായിട്ട് ആ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ, അതായത് നമ്മുടെ ആ ഒരു ഇത് ടിൽറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ലോഗോയുടെ താഴെ ഭാഗത്ത് നമുക്ക് ആ ഒരു 3D എഫക്റ്റ് കാര്യങ്ങൾ വരുന്നില്ല. സോ അത് ബഗ്ഗാണ്. സോ ഞാൻ വേറൊരു ഫോണിലാണ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഈ ഒരു ഫോണിൽ നല്ല രീതിക്ക് ബഗ് അടിച്ച് ഫുള്ള് സീനായി നിൽക്കുമായിരുന്നു. സോ ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. സോ അത്രയും സമയം പോയെന്നല്ലാതെ നമുക്ക് ഇതിനകത്ത് വേറെ ഇതൊന്നും മാറ്റങ്ങളൊന്നും വന്നില്ല. ഇങ്ങനെ തന്നെയാണ് നിന്നിരുന്നത്. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് നിങ്ങൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക. സോ എല്ലാവർക്കും ബഗ് ഉണ്ടാവണമെന്നില്ല. എനിക്ക് ഇതുവരെ അങ്ങനെ ബഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു ബഗ് കാര്യങ്ങൾ വരുന്നത്. സോ ഞാൻ ഒരുപാട് ലോഗോസ് ഇട്ട് നോക്കി, എല്ലാം ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് ഇട്ട് സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ ഒരു 3 പിക്ക് സേവ് ചെയ്യണം. അതായത് 3 ആംഗിളിലുള്ള 3 പിക്ക് കാര്യങ്ങൾ വെച്ച് അൾട്രാ ക്വാളിറ്റി ഇട്ട് സേവ് ചെയ്യണം. ഓക്കെ, സോ അതായത് 3 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. സോ 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ലാസ്റ്റത്തെ ആ ഒരു ട്രാൻസാക്ഷൻ, അതായത് 2 കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ ട്രാൻസാക്ഷൻ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ഇതുപോലെ പക്ക സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ ഇത് 3 ജസ്റ്റ് അൾട്രാ ക്വാളിറ്റി സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പം അതിന് ശേഷം നമ്മൾ നമ്മുടെ കൈൻ മാസ്റ്റർ കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇന്നത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കൈൻ മാസ്റ്ററിലാണെങ്കിൽ ലോകത്തില്ലാത്ത ബഗ്ഗായിരുന്നു. സോ നല്ല രീതിക്ക് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ആ ഒരു ബഗ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് വീഡിയോ കാര്യങ്ങൾ ചെയ്യാം. സോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മളെ നല്ല രീതിക്ക് ബഗ് അടിച്ചിരുന്ന ആ ഒരു ടൈം. അതായത് നമ്മൾ എഫക്ട്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് എഫക്ട്സ് വരാതിരിക്കുക, അങ്ങനെ കുറേ ഇഷ്യൂ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൈൻ മാസ്റ്ററിലുണ്ട്. സോ ഇതുവരെ നമുക്ക് അങ്ങനെ ചെയ്യുന്നൊന്നും ഉണ്ടായില്ല. സോ ഇന്നലത്തെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്തും എനിക്ക് ആ ഒരു ഇഷ്യൂ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ ഉടനെ തന്നെ പ്രീമിയം പ്രോയിലോട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതായത് ട്യൂട്ടോറിയൽസ് എല്ലാം നമ്മുടെ എഡിറ്റിംഗ്, അതായത് ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം വോയിസ് ഓവർ എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പ്രീമിയം പ്രോയിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ച് കാര്യങ്ങളോട് അതിനകത്ത് പഠിക്കാനുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അതിനകത്തോട്ട് മാറാതിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം കൈൻ മാസ്റ്ററിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. സോ ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ആൻഡ് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, സോ അത് ഫുൾ സ്ക്രീൻ ആക്കി വെച്ച് കൊടുക്കാൻ അതിനകത്ത് നിങ്ങളിവിടെ സൈഡിൽ നിങ്ങൾക്ക് ഒരു കീ ഫ്രെയിം കാര്യങ്ങൾ കാണാനായിട്ട് വരും. സോ നമുക്ക് ഇതിനകത്ത് കീ ഫ്രെയിം കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതായത് ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ കീ ഫ്രെയിം കാര്യങ്ങൾ ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിനകത്ത് കുറച്ച് ഷൈനിങ് എഫക്റ്റ് ഒക്കെ കൊടുത്ത് സാധനം പക്കയായിട്ട് എടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു കഴിഞ്ഞ മാസം ഇങ്ങനെ ബഗ് അടിച്ച് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അതിനുള്ള മൂഡ് പോയി. സോ അതുകൊണ്ട് ഞാനത് ഫുള്ളും കാണിക്കുന്നില്ല. സോ അത് ഗ്ലോ എഫക്റ്റ് കാര്യങ്ങളും ഞാൻ അതിനകത്ത് കൊടുക്കുന്നില്ല. ഓക്കെ, സോ ഒക്കെ നമുക്ക് ഈ ഒരു കഴിഞ്ഞ മാസം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം പോകുമെന്നല്ലാതെ ഇതിനകത്ത് നമ്മുടെ ടൈം മാത്രമേ പോവുള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്തില്ല. ഓക്കെ, സോ അതായത് കഴിഞ്ഞ മാസം ബഗ് അടിച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ പണിയാണ്. സോ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. സോ നമ്മൾ ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ടൊന്ന് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു കീ ഫ്രെയിം അടിച്ചു കൊടുക്കുക. സോ ജസ്റ്റ് അതിന് ശേഷം നമ്മുടെ ആ ഒരു അറ്റത്തെല്ലിട്ട് അടിച്ചു കൊടുക്കുക. സോ അടുത്ത കീ ഫ്രെയിം അടിച്ചു കൊടുക്കുക. സോ ഇവിടെയാണ് കറക്റ്റായിട്ട് ബഗ് അടിച്ചത്. അതായത് ഞാനിത് സൂം ഔട്ട് ചെയ്തതിന് ശേഷം ഇത് സൂം ഔട്ട് ആകുന്നില്ല. സോ അതിന് ശേഷം ഇങ്ങോട്ട് നീക്കുമ്പോഴാണ് ഇത് സൂം ഔട്ട് ആയിരിക്കുന്നത് കാണേണ്ടത്. സോ അത് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ അവിടെ വേറൊരു സ്പോട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി മാർക്ക് ആകുന്നുണ്ടായിരുന്നു. സോ അതാണ് നമ്മുടെ ഈ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഗ് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഫുള്ള് പോക്കായിരിക്കും. സോ ആ ഒരു രീതിക്കായിരിക്കും നമുക്ക് ബഗ് കിട്ടുന്നത്. എങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെ ആഡ് ചെയ്യണമെന്നില്ല. സോ ഇത് കുറച്ചും കൂടെ ബോറായിട്ട് എനിക്ക് തോന്നി, കുറച്ച് ലെങ്ത് കൂടുതലാണ്. സോ നമ്മൾ ഈ ഒരു ഭാഗം വരെയാണ് എടുക്കുകയുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ഭാഗം മാത്രം വരെ എടുക്കുകയുള്ളൂ. സോ ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ട്രാൻസാക്ഷൻ പോകും. സോ ഞാൻ അത് ഓർക്കാണ്ടാണ് കട്ട് ചെയ്തത്. സോ ജസ്റ്റ് അത് നിങ്ങൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സോ അത്രയും വെച്ച് കൊടുത്താൽ മതി. സോ അതിനുശേഷം ഈ ഒരു ഫയൽ കാര്യങ്ങൾ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. അതായത് ഇത് ഫുൾ ക്വാളിറ്റി ഇടാം. നിങ്ങൾക്ക് എത്ര ക്വാളിറ്റി കിട്ടുമെന്ന് വെച്ചാൽ അത് അൾട്ടറായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, ഇപ്പോൾ അത് കറക്റ്റായിട്ട് വെക്കുക. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു പിക്ക് കാര്യങ്ങൾ പറയാനുള്ളത്. സോ ഇതിനും നിങ്ങൾ സെയിം ട്രാൻസിഷൻ പോലെ ഏകദേശം ഒരു സെയിം എഫക്റ്റ് പോലെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ അതൊന്നും ഞാൻ പറഞ്ഞ ഒരുപാട് ബോർ അടിപ്പിക്കുന്നില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റത്തെ ട്രാൻസിഷൻ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ അത് സൂം ഔട്ട് ആകുന്ന അത് വേണ്ട, അത് നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് കളയുന്നുണ്ടാവും. സോ ഇപ്പം ഞാൻ മാക്സിമത്തിലിട്ട് സേവ് ചെയ്യുകയാണ്. അതായത് 1080p നമ്മളിപ്പം സേവ് ചെയ്ത് കൊടുക്കുന്നത്. സോ അത് കറക്റ്റായിട്ട് നമ്മൾ സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അത് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം ആ ഒരു ലെയറിൽ തന്നെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ആ ഒരു ലെയറിൽ തന്നെ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ലെയർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ രണ്ടാമത്തെ പിക്ക് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് നിങ്ങളെങ്ങനെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. സോ ഇതിപ്പോൾ ഞാൻ വേറെ ഒരു ഫോണിൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അത് മെയിൽ വഴി അയച്ചതിന് ശേഷം ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ആൻഡ് ഈ ഒരു ഫോണിൽ ഞാൻ പറഞ്ഞല്ലോ, അത് ബഗ്ഗായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇത് തന്നെ ചെയ്തപ്പോൾ എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച ആ ഒരു അവസ്ഥയായിരുന്നു. സോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ അതിന് ശേഷം ജസ്റ്റ് ഈ ഒരു രീതിക്ക് ചെറിയൊരു ടിൽറ്റ് മാത്രം ഇതിന് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ഈ ഒരു സെക്കൻഡാമത്തെ, അതായത് ഇത് നമ്മുടെ ഫസ്റ്റ് വരാനുള്ളതാണ്. സോ അതുകൊണ്ട് ചെറിയൊരു ടിൽറ്റ് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. സോ സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം മാത്രം പറ്റുവാണെങ്കിൽ ആ ഒരു ഇത് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ എന്നാൽ മാത്രമേ നമുക്കത് പക്കയായിട്ട് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ. സോ അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ ഇത് നമ്മൾ രണ്ടാമത്തെ ആ ഒരു ഇതാണ്. സോ നമ്മൾ കറക്റ്റായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റത്തിൽ നമ്മളൊരു സ്റ്റാമ്പ് എഫക്റ്റ് കാറിലാണ് ആഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് സ്മോക്ക് എഫക്റ്റ് കാറിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ ഇത് ഞാൻ കാണിച്ചു തരാം. സോ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂമാക്കി വെക്കുക. സോ അതിന് ശേഷം നിങ്ങൾ അവിടെ ആ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ കീ ഫ്രെയിം ആഡ് ചെയ്യുക. സോ ലാസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, സോ അതിന് ശേഷം ഇവിടെയാണ് നമ്മുടെ ബഗ്. സോ അത് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. സോ കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്യുന്ന ആ ഒരു രീതിക്ക് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് വെക്കുക. ആൻഡ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് ചെറിയൊരു സൂം ഔട്ട് മാത്രം അതിനകത്ത് ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ലാസ്റ്റത്തെ ക്ലിപ്പിന് ഇങ്ങനത്തെ ഒരു സ്മൂത്ത് സ്ലോ ആയിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, സോ അത് ഈ ഒരു ട്രാൻസാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ക്ലിപ്പ് കാര്യങ്ങൾ ഭംഗി ഉണ്ടാവുള്ളൂ. സോ ഇതിനകത്ത് നമ്മൾ ഇതിന് മുമ്പ് നല്ല ഇൻട്രസ്റ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ താല്പര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത് അത്ര പക്കയായിട്ട് വരും എന്ന് ഞാൻ നിങ്ങൾക്ക് ആരോടും പറയില്ല. കാരണം എനിക്ക് ഒന്നാമത് ഈ ഒരു ബഗ് അടിച്ച് എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഭ്രാന്തായി നിൽക്കുമായിരുന്നു. സോ നിങ്ങൾക്ക് ഇത് പക്കയായിട്ട് എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ പറയില്ല. സോ താല്പര്യമാണെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കാം. സോ അല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പത്തെ ആ ഒരു ഗ്ലോസി ഇൻട്രോൻ്റെ ഒക്കെ നമ്മൾ ആൻഡ്രോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കുറച്ച് പണിയെടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് പക്കയായിട്ട് കിട്ടും. സോ അത് ഞാൻ കൺഫേം പറയാണ്. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത് കറക്റ്റായിട്ട് ഈ ഒരു രീതിക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ ബാക്കി വരുന്ന ആ ഒരു ഭാഗങ്ങൾ ഒന്ന് ട്രിം ചെയ്ത് കളയാവുന്നതാണ്. സോ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ട്രാൻസിഷൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ആ ഒരു ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ട്രാൻസിഷൻസ് കിട്ടും. സോ ഫെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ ഫെയ്ഡ് ആഡ് ചെയ്യുക. സോ ഫെയ്ഡൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ഇതിനകത്ത് ഫെയ്ഡ് ഇല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഫെയ്ഡ് ആഡ് ചെയ്യാഞ്ഞത്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ അതിന് ശേഷം നമ്മൾ ഫുള്ളിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാണ്. സോ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇൻട്രോ കാര്യങ്ങൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രോ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. സോ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. സോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള പക്ക ക്വാളിറ്റി വർക്കുകളും കിട്ടും. സോ നമ്മുടെ പുട്ടുവിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പെയ്ഡ് വർക്കാണ്. സോ അതൊക്കെ പക്ക ക്വാളിറ്റി ആയിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവും. സോ അത് ഫുൾ ക്വാളിറ്റി വർക്ക് ആയിരിക്കും. സോ ലോ റേറ്റിന് നമുക്ക് അത്യാവശ്യം ലോ റേറ്റിന് കാര്യങ്ങൾ ചെയ്ത് തരാണ്ട് പറ്റും. ഫ്രീ ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്ത് തരാൻ പറ്റില്ല. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇൻട്രോ അതുപോലെ തന്നെ നമ്മുടെ ത്രിലോഗിൻ്റെ മോഡൽ ഇൻട്രോ കാര്യങ്ങളൊക്കെ നമുക്ക്
നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ട്യൂട്ടോറിയൽ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. സോ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഫ്രീ വർക്ക് ചോദിച്ചാൽ ആരും ദയവ് ഇത് മെസ്സേജ് അയക്കരുത്. സോ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് ആക്കും. സോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഫ്രീ വർക്ക് ചോദിച്ചാൽ ആരും മെസ്സേജ് അയക്കാതിരിക്കുക. കാരണം നമ്മൾ നല്ല രീതിക്ക് പണിയെടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഓക്കെ, സോ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. മറന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ മാറ്റുന്നുണ്ടാവും. സോ ഫ്രീ ഫയർ മെന്റിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.